സോ വെൽക്കം ബാക്ക്. നമ്മൾ ട്രിസ് ലേണിംഗ് ആപ്പിൻ്റെ IIT ജാം മാത്തമാറ്റിക്സിൻ്റെ ക്രാഷ് കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സീക്വൻസസ് ആൻഡ് സീരീസസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ടാണ്. സോ നമുക്ക് ആദ്യം തന്നെ സീക്വൻസുകൾ എന്താണെന്ന് അറിയാം. എന്നിട്ട് സീക്വൻസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ആണല്ലേ. മറ്റൊരർത്ഥത്തിൽ അവരെ നമുക്കൊരു ഫംഗ്ഷൻസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സീക്വൻസസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു ആർ ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ളത് റിയൽ സീക്വൻസസ് ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻസ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് സീക്വൻസ് ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻസ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലൊരു സീക്വൻസ് ഉണ്ടെന്ന് എടുക്കാം. x1 x2 x3 എക്സെട്രാ xn എക്സെട്രാ എന്ന് പറയുന്ന ഈ രീതിയിലുള്ള ഒരു സീക്വൻസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ എടുക്കുകയാണ്. എങ്ങനെയാണ് ഈ സീക്വൻസ് ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നത് നോക്കാം. നമ്മളിതാ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് ഫ്രം n ടു r. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് റിയൽ സീക്വൻസ് ആണ്. നമ്മുടെ സീക്വൻസ് xn എന്ന് പറയുന്നത് ഒരു റിയൽ സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് n ഈസ് ഈക്വൽ ടു xn എന്നാണ് ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. അതായത് ഏതൊരു നാച്ചുറൽ നമ്പർ n എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് n എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? xn എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ x1 x2 x3 എക്സെട്രാ xn എക്സെട്രാ എന്ന് പറയുന്ന ആ സീക്വൻസ് എന്തായിട്ട് മാറി? ആ സീക്വൻസ് ഒരു ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ആയിട്ട് മാറി. സോ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചോദ്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസിൽ നിന്ന് തുടങ്ങാം. എന്നിട്ട് അതിനാവശ്യമുള്ള തിയറീസ് അതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് Sn ഈസ് ഈക്വൽ ടു 1 പ്ലസ് -1 ഹോൾ റേസ് ടു n ബൈ n for n element of n, then the sequence Sn is monotonically increasing and is convergent to 1, monotonically decreasing and is convergent to 1, neither monotonically increasing nor monotonically decreasing but it is convergent to 1, and the final option is divergent. So നമ്മുടെ കയ്യിൽ Sn എന്ന് പറയുന്ന ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. Sn എന്ന് പറയുന്നത് 1 പ്ലസ് -1 ദ ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണോ, മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് ആണോ, അതുപോലെ കൺവേർജൻ്റ് ആണോ, ഡൈവേർജൻ്റ് ആണോ, ഈ കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണോ അല്ലെങ്കിൽ മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് ആണോ, അതായത് ഒരു മോണോട്ടോൺ സീക്വൻസ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുൻപായിട്ട് നമ്മൾ മോണോട്ടോൺ സീക്വൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ എ സീക്വൻസ് an is said to be monotonically increasing or non-decreasing if an is less than or equal to an plus 1 for all n. അതായത് ഏതൊരു n എടുത്തു കഴിഞ്ഞാലും an ലെസ് ദാൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 ആണെങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസിനെയാണ് നമ്മളിത് വിളിക്കുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളതിനെ നോൺ ഡിക്രീസിങ് എന്ന് വിളിക്കും. ഇനി അതുപോലെ തന്നെ മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. എ സീക്വൻസ് an is said to be monotonically decreasing or non increasing if an is greater than or equal to an plus 1. അതായത് ഏതൊരു n എടുത്തു കഴിഞ്ഞാലും an greater than or equal to an plus 1 ആണെങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോട്ടോണിക്കലി ഡിക്രീസിങ് അല്ലെങ്കിൽ നോൺ ഇൻക്രീസിങ് എന്ന് വിളിക്കുന്നത്. സോ ഒരു മോണോട്ടോൺ സീക്വൻസ് എന്താണെന്ന് പറയാൻ പറ്റും? ഒരു സീക്വൻസ് ഒന്നെങ്കിൽ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവുക അല്ലെങ്കിൽ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആവുക. അത്തരത്തിലുള്ള സീക്വൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അത്തരത്തിലുള്ള സീക്വൻസുകളാണ് നമ്മൾ മോണോട്ടോൺ സീക്വൻസസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, Sn ഈസ് ഈക്വൽ ടു 1 പ്ലസ് -1 ദ ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n. ഈ സീക്വൻസ് മോണോട്ടോൺ ആണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് ആദ്യം തന്നെ ആ സീക്വൻസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. Sn ഈസ് ഈക്വൽ ടു 1 പ്ലസ് -1 ദ ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n. ഇതാണ് നമുക്ക് ഇവിടെയുള്ള ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഈ സീക്വൻസിൻ്റെ S1 അതായത് ഫസ്റ്റ് ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ S1 എന്താണ്? S1 എന്ന് പറയുന്നത് 1 പ്ലസ് -1 ദ ഹോൾ റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ S1 എന്താണ്? S1 എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് S2 എന്താണെന്ന് നോക്കാം. S2 എന്ന് പറയുന്നത് 1 പ്ലസ് -1 ഹോൾ റേസ് ടു 2, അതായത് n എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. സോ 1 പ്ലസ് -1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1/2 ആണ്, അത് 3/2 ആണെന്ന് നമുക്കറിയാം. സോ S1 0 ആണെന്ന് കിട്ടി, S2 എന്ന് പറയുന്നത് 3/2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് S3 എന്താണെന്ന് നോക്കാം. S3 എന്താണ് വരുന്നത്? S3 എന്ന് പറയുന്നത് നമ്മൾ n ഈക്വൽ ടു 3 കൊടുക്കുന്നു. സോ 1 പ്ലസ് -1 ഹോൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 എന്ന് വരികയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 -1 ഹോൾ റേസ് ടു 3 എന്താണ്? അത് -1 ആണ്. കാരണം -1ൻ്റെ ഓഡ് പവേഴ്സ് എല്ലാം -1ഉം ഈവൻ പവേഴ്സ് എല്ലാം 1ഉം ആണ്. സോ 1 - 1/3 എന്ന് വരും. 1 - 1/3 എന്താണ്? അത് 2/3 ആണെന്ന് നമുക്കറിയാം. സോ S3 എന്ന് പറയുന്നത്
2/3 ആണെന്ന് കിട്ടി. ആൻഡ് S1 0 ആണ്, S2 3/2 ആണ്, അതുപോലെ തന്നെ S3 എന്ന് പറയുന്നത് 2/3 ആണ്. ഈ 3 ടേം ഉപയോഗിച്ചിട്ട് ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണോ അല്ലെങ്കിൽ മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് ആണോ എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഉള്ളത് 0 ആണല്ലോ, അതായത് S1 എന്ന് പറയുന്നത് 0 ആണെന്നറിയാം. S2 എന്ന് പറയുന്നത് 3/2 ആണ്. 0 ലെസ് ദാൻ 3/2 ആണല്ലോ. അതെ, വി നോ ദാറ്റ് 0 എന്ന് പറയുന്നത് ലെസ് ദാൻ 3/2 ആണെന്നറിയാം. അതിനർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് S1 എന്ന് പറയുന്നത് ലെസ് ദാൻ S2 ആണ്. സോ S1 ലെസ് ദാൻ S2 ആയതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? ഒരു സീക്വൻസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആവണമെങ്കിൽ ഏതൊരു n എടുത്തു കഴിഞ്ഞാലും an ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an+1 ആയിരിക്കണം. സോ ഇവിടെ തന്നിട്ടുള്ള ഈ S1 എന്തായിരിക്കണം? ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആവണമെങ്കിൽ ഇവിടെ S1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു S2 ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ സീക്വൻസ് എന്താവുള്ളൂ? മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എന്തറിയാം? S1 എന്ന് പറയുന്നത് ലെസ് ദാൻ S2 ആണെന്നറിയാം. സോ ഈ സീക്വൻസ് എന്തല്ല? ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് അല്ല. ഇനി അതുപോലെ തന്നെ ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ നമുക്കൊന്ന് നോക്കിയാലോ? സോ ഈ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2 ടേംസ് ആണ് എടുക്കുന്നത്. അതായത് S2ഉം S3 ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. S2 എന്താണ്? 3/2 ആണ്. S3 എന്താണ്? അത് 2/3 ആണ്. 3/2 എന്ന് പറയുന്നത് 1.5 ആണെന്ന് നമുക്കറിയാം. അതുപോലെ 2/3 എന്ന് പറയുന്നത് 0.666 എന്ന് പറയുന്ന ആ ഒരു സംഭവമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ 2/3 ലെസ് ദാൻ 3/2 ആണല്ലോ. സോ വി നോ ദാറ്റ് 2/3 ഈസ് ലെസ് ദാൻ 3/2. സോ 2/3 ലെസ് ദാൻ 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2/3 എന്ന് പറയുന്നത് S3 ആണ്. സോ S3 ലെസ് ദാൻ S2 എന്ന് നമുക്ക് കിട്ടി. സോ S3 ലെസ് ദാൻ S2 അല്ലെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? S2 ഈസ് ഗ്രേറ്റർ ദാൻ S3 എന്ന് എഴുതാൻ പറ്റും. സോ S2 ഗ്രേറ്റർ ദാൻ S3 ആയതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് എന്താവില്ല? ഇത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആവില്ല. കാരണം എന്താണ്? ഒരു സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവണമെങ്കിൽ ഏതൊരു n എടുത്തു കഴിഞ്ഞാലും an എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an+1 ആകണം. സോ ഇവിടെ തന്നിട്ടുള്ള ഈ SN എന്ന് പറയുന്ന സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവണമെങ്കിൽ S2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു S3 ആകണം. പക്ഷേ ഇവിടെ നമുക്ക് എന്തറിയാം? ഇവിടെ S2 ഗ്രേറ്റർ ദാൻ S3 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് എന്തല്ല? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് അല്ല. സോ ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് അല്ല എന്നും മോണോട്ടോണിക്കലി ഡിക്രീസിങ് അല്ല എന്നും നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് ഇതൊരു മോണോട്ടോൺ സീക്വൻസ് അല്ല. സോ നമ്മുടെ ആദ്യത്തെ 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള ആദ്യത്തെ 2 ഓപ്ഷൻസും റോങ് ആണെന്ന് നമുക്ക് കിട്ടി. അതായത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ മോണോട്ടോണിക്കലി ഡിക്രീസിങ് അല്ല എന്ന് പ്രൂവ് ചെയ്തു. ഇനി 2 ഓപ്ഷൻസ് കൂടി ഉണ്ട്. ആ 2 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷൻ നെയ്തർ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് നോർ മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്നാണ്. അതായത് ഒരു മോണോട്ടോൺ സീക്വൻസ് അല്ല, പക്ഷേ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് കൺവേർജൻറ്റ് ടു 1 ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് 4th ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൈവേർജൻ്റ് ആണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ SN എന്ന് പറയുന്ന ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്താൽ മതി. കൺവേർജൻ്റ് ആണെങ്കിൽ എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്? 1ലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ SN എന്ന് പറയുന്ന സീക്വൻസ് 1ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി ചെക്ക് ചെയ്താൽ മതി. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിന് മുൻപായിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഒരു സീക്വൻസ് എപ്പോഴാണ് കൺവേർജൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് കൺവേർജൻസ് ഓഫ് സീക്വൻസ് എന്നറിഞ്ഞിരിക്കണം. സോ ആ കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ സീക്വൻസ് SN കൺവേർജസ് ടു ദ ലിമിറ്റ് S that is written as limit n tends to infinity Sn equal to S if for any epsilon greater than 0 there exists an n such that absolute value of Sn minus S is less than epsilon for all n greater than n. അതായത് നമ്മുടെ കയ്യിൽ Sn എന്ന് പറയുന്നൊരു സീക്വൻസ് ഉണ്ട്. ആ Sn S എന്ന് പറയുന്ന നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ, അതായത് ലിമിറ്റ് n tends to infinity Sn equal to S എന്ന് പറയണമെങ്കിൽ ഏതൊരു എപ്സിലോൺ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റണം. എങ്ങനെ? സച്ച് ദാറ്റ് ഏതൊരു n ഗ്രേറ്റർ ദാൻ n എടുത്തു കഴിഞ്ഞാലും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Sn മൈനസ് എസ് എന്തായിരിക്കണം? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ പറ്റും. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് Sn മൈനസ് എസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Sn മൈനസ് എസ് കൺവേർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Sn മൈനസ് എസ് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ Sn എന്ന് പറഞ്ഞ ആൾ എസ്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. സപ്പോസ് Sn എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ അവരെ നമ്മൾ ഇത് വിളിക്കും, അത്തരത്തിലുള്ള സീക്വൻസുകളെയാണ് നമ്മൾ ഡൈവേർജൻ സീക്വൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഡൈവേർജ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയാം. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് എന്താണ്? Sn ഈസ് ഈക്വൽ ടു 1 + -1 the whole raised to n by n എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസ് 1ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Sn മൈനസ് 1 എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + -1 whole raised to n by n minus 1 and that is equal to -1 whole raised to n by n which is equal to 1 by n അല്ലേ? കാരണം എന്താണ്? നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഒരു സീക്വൻസിൽ
ഇവിടെ ഉള്ളത് എന്താണ്? അബ്സല്യൂട്ട് വാല്യൂവിനുള്ള അകത്തുള്ളത് -1 n/n എന്നതാണ്. -1 എന്താണ്? ഒന്നെങ്കിൽ 1/n ആയിരിക്കും, -1 എന്താണ്? ഒന്നെങ്കിൽ 1 ആണ്, അല്ലെങ്കിൽ അതെന്തായിരിക്കും? അല്ലെങ്കിൽ അത് -1 ആയിരിക്കും. അതായത് -1 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ഇഫ് n ഈസ് ഈവൺ, അതുപോലെ തന്നെ ഈക്വൽ ടു -1 ഇഫ് n ഈസ് ഓഡ്. സോ ഈ -1 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ -1/n ആയിരിക്കും, അല്ലെങ്കിൽ +1/n ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n ആയിരിക്കും എല്ലായ്പ്പോഴും. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ള കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നമുക്ക് ഈ ഒരു 1/n എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു എന്ന് പറയാം? 0യിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറ്റും. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Sn-1 കൺവേർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് തന്നെ Sn എങ്ങോട്ട് കൺവേർജ് ചെയ്യും? Sn 1ലേക്ക് കൺവേർജ് ചെയ്യും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് Sn കൺവേർജസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ നമുക്ക് തന്നിട്ടുള്ള ആ സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്? 1ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സീക്വൻസ് എന്തല്ല നമ്മൾ പ്രൂവ് ചെയ്തു? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് അല്ല, അതുപോലെ തന്നെ മോണോട്ടോണിക്കലി ഡിക്രീസിങ് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഏത് ഓപ്ഷനാണ് ട്രൂ ആയിട്ട് വരിക? The sequence is neither monotonically increasing nor monotonically decreasing, but it converges to 1. So ഓപ്ഷൻ സി ആണ് ഇവിടെ ട്രൂ ആയിട്ടുള്ളത്. ഡൈവേർജൻ്റ് ആണെന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഡി എന്താണ്? അത് റോങ് ആണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ലെറ്റ് xn ഈസ് ഈക്വൽ ടു n⁻1/n ആൻഡ് yn ഈസ് ഈക്വൽ ടു e⁻1 - xn for n element of the set of all natural numbers, then the value of limit n tends to infinity yn is. സോ നമുക്ക് xn എന്ന് പറയുന്നൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. അതെന്താണ്? nth റൂട്ട് ഓഫ് n ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ yn എന്ന് പറഞ്ഞാൽ മറ്റൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. yn എന്ന് പറയുന്നത് e⁻1 - xn എന്ന് പറയുന്ന സീക്വൻസ് ആണ്. നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി yn ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് yn എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു റിസൾട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു റിസൾട്ടാണ്, അതിൽ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ഇതാണ്. ദ കണ്ടിന്യൂസ് ഫംഗ്ഷൻ തിയറം ഫോർ സീക്വൻസസ്. Let an be a sequence of real numbers if an converges to L and if f is a function that is continuous at L and defined at all an, then f of an is converges to f of L. അതായത് നമ്മുടെ കയ്യിൽ an എന്ന് പറയുന്നൊരു സീക്വൻസ് ഉണ്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? an എന്ന് പറയുന്നത് Lലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. an ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. കൂടാതെ നമ്മുടെ കയ്യിൽ f എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് L ആണ്. അതായത് an കൺവേർജ് ചെയ്യുന്ന കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട് L. ആ Lലേക്ക്, അല്ലെങ്കിൽ anൻ്റെ ലിമിറ്റ് ആയിട്ടുള്ള L എന്ന് പറയുന്ന പോയിന്റിലേക്ക്, L എന്ന് പറഞ്ഞ ആ പോയിന്റിൽ f എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. കൂടാതെ ഏതൊരു an എടുത്തു കഴിഞ്ഞാലും f of an എന്താണ്? f of an ഡിഫൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ f of an കൺവേർജസ് ടു f of L എന്നുള്ളതാണ് ഈ ഒരു തിയറം പറഞ്ഞത്. ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി yn ആണ്. yn എന്താണ്? yn എന്ന് പറയുന്നത് e⁻1 - xn ആണ്. സോ e⁻1 - xnൻ്റെ ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത് e⁻1 - xn ആണ്. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും? നമ്മൾ ചൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x ഈസ് ഈക്വൽ ടു e⁻1 - x എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുക. സോ ആദ്യമായിട്ട് നമുക്ക് ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫംഗ്ഷനകത്ത് ഇവിടെ ഉള്ളത് എന്താണ്? 1 - x എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്. പോളിനോമിയൽസ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാലോ. സോ 1 - x കണ്ടിന്യൂസ് ആണ്. കൂടാതെ പിന്നീട് ഇവിടെ ഉള്ളത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സോ ഇവിടെ തന്നിട്ടുള്ള ഈ f of x എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പോസിഷൻ ഓഫ് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ f of x എന്താണ്? ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഏതൊരു റിയൽ നമ്പർ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ f of x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് മുൻപായിട്ട് ഈ f of x ഏതൊക്കെ എക്സിന് ഡിഫൈൻഡ് ആണെന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യം, ഈ 1 - x എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഈ പോളിനോമിയൽ എന്താണ്? ഡിഫൈൻഡ് ആണ്. അതായത് 1 - x എന്ന് പറയുന്നത് ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഡിഫൈൻഡ് ആണ്. ദാറ്റ് ഈസ് 1 - x എന്ന് പറയുന്ന പോളിനോമിയൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടല്ലോ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഡിഫൈൻഡ് ആണ്. അതായത് ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും e⁻x എന്താണ്? ഡിഫൈൻഡ് ആണ്. സോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും കോമ്പോസിഷൻ ആയിട്ടുള്ള f of x എന്ന് പറയുന്ന ഈ ഒരാൾ എവിടെ നിന്ന് എങ്ങോട്ടാണ്? f of x എന്ന് പറയുന്ന ഈ ഒരു ആൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും
സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും f(x) എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ f എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ തൊട്ട് മുൻപ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം f എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് e⁻1 - x എന്നുള്ള രീതിയിലാണ്. അത് ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഡിഫൈൻഡും ആണ്, അതുപോലെ തന്നെ അത് കണ്ടിന്യൂസും ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് e⁻1 - xn എന്ന് പറഞ്ഞ ഈ ഒരാളുടെ ലിമിറ്റാണ്. സോ നമ്മൾ f(xn) എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുകയാണ്. സോ നമ്മൾ f(xn) എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, e⁻1 - xn എന്നാണ് കിട്ടുന്നത്. കാരണം f(x) എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് e⁻1 - x എന്നുള്ളതാണ്. സോ ഈ f(xn)ൻ്റെ ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് f(xn) എന്ന് പറഞ്ഞ ഈ ഒരാൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. സോ നമ്മുടെ ഈ തൊട്ട് മുൻപുള്ള ഈ ഒരു റിസൾട്ട് പ്രകാരം ഈ നമുക്ക് ഇവിടെ ഉള്ളത് an എന്ന് പറയുന്ന സീക്വൻസ് ആണ്, നമ്മുടെ ക്വസ്റ്റിനകത്തുള്ളത് xn എന്ന് പറയുന്ന സീക്വൻസ് ആണ്. ഈ xn എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് സം എല്ലിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ yn എന്ന് പറയുന്നത് f(xn) ആണെന്ന് നമുക്കറിയാം. f(xn) എങ്ങോട്ട് കൺവേർജ് ചെയ്യും, f(xn) f(l)ലേക്ക് കൺവേർജ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ xn എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് സം എല്ലിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് f(xn) ഈസ് ഈക്വൽ ടു f(xn) എന്ന് പറയുന്നത് yn ആണ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് f(xn) ഈസ് ഈക്വൽ ടു yn വിൽ കൺവേർജസ് ടു f(l). f(l) എന്താണ്, f(l) എന്ന് പറയുന്നത് e⁻1 - l ആണ്. സോ ആ xn കൺവേർജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ xn എന്ന് പറയുന്ന സീക്വൻസ് n⁻1/n എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിൻ്റെ കൺവേർജൻസ് നമ്മൾ ലോഗരിതമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. നമ്മൾ മറ്റൊരു രീതിയിലാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ മറ്റൊരു റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു റിസൾട്ട് പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എ പോസിറ്റീവ് സീക്വൻസ് an if limit n tends to infinity an+1/an is equal to a, then limit n tends to infinity nth root of an is equal to a. സോ നമ്മുടെ കയ്യിൽ an എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഉണ്ട്. മാത്രമല്ല ലിമിറ്റ് n tends to infinity an+1 ഡിവൈഡഡ് ബൈ an എന്ന് പറയുന്നത് a ആണെന്ന് വിചാരിക്കുക. അതായത് an+1/an എന്ന് പറയുന്ന സീക്വൻസ് എയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ nth റൂട്ട് ഓഫ് an കൺവേർജസ് ടു a ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് xn എന്ന് പറയുന്നത് n⁻1/n എന്ന് പറയുന്ന സീക്വൻസ് ആണ്. ഇതിൻ്റെ ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് n⁻1/n എന്നുള്ള ഫോമിലാണ്. അതായത് ഇവിടെ ഉള്ളത് എന്താണ്, an⁻1/n എന്ന് പറയുന്ന ഒരാളാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ an ഈസ് ഈക്വൽ ടു n എന്ന് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് xn എന്താണ്, xn എന്ന് പറയുന്നത് an⁻1/n എന്ന് പറയുന്ന ഒരാളാണ്. സോ നമുക്ക് ഈ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കണം. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻1/n കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ an+1/an ലിമിറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമ്മൾ an ആയിട്ട് എടുത്തിട്ടുള്ളത് n ആണ്. സോ an ഈസ് ഈക്വൽ ടു n എന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ an+1 ഡിവൈഡഡ് ബൈ an എന്തായിരിക്കും, an+1 ഡിവൈഡഡ് ബൈ an എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു n+1 ഡിവൈഡഡ് ബൈ n ആണെന്ന് നമുക്കറിയാം. നമുക്ക് എന്ത് വേണം, രണ്ട് ഭാഗത്തും ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1 ഡിവൈഡഡ് ബൈ an ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു n+1/n ആണെന്ന് നമുക്കറിയാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1+1/n ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ആണ്. 1 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ആ ഒരു ടേം, അതായത് നമ്മുടെ ഈ ഒരു ടേം 1 ആയിട്ട് തന്നെ നിൽക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് പിന്നീട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ആണ്. അത് 0 ആണെന്ന് നമുക്കറിയാം. സോ 1 + 0 ഈസ് ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an എന്താണ്, അത് 1 ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു റിസൾട്ട് പ്രകാരം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് an എന്തായിരിക്കും, അതും 1 ആയിരിക്കും. അതായത് an⁻1/n എങ്ങോട്ട് കൺവേർജ് ചെയ്യും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an⁻1/n എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. an⁻1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു n⁻1/n ആണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ xn എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്, xn എന്ന് പറയുന്ന സീക്വൻസ് 1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ xn 1ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ l എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള l എന്ന് പറയുന്ന ആൾ എന്താണെന്ന് കിട്ടി, ഈ l എന്ന് പറയുന്ന ആൾ 1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് xn ഈക്വൽ ടു n⁻1/n എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു, 1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ f(xn) എങ്ങോട്ട് കൺവേർജ് ചെയ്യും,
എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് വണ്ണിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. എഫ് ഓഫ് വൺ എന്താണ്? എഫ് ഓഫ് വൺ എന്ന് പറയുന്നത് ഇ റേസ് ടു 1 - 1 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? വണ്ണിലേക്കാണ്. അതായത് നമ്മുടെ സീക്വൻസ് വൈ എൻ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? വൈ എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്നത് വണ്ണിലേക്കാണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ 1 ആണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എസ്റ്റാബ്ലിഷ് ദ കൺവേർജൻസ് ആൻഡ് ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ഡിഫൈൻഡ് ബൈ a1 ഈസ് ഈക്വൽ ടു 0 an plus 1 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6 plus an ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ നമ്മുടെ കയ്യിൽ എ എൻ എന്ന് പറഞ്ഞൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. അതൊരു റിക്കേഴ്സീവ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള സീക്വൻസ് ആണല്ലേ. അതായത് A1 തരുന്നു, പിന്നീടുള്ള എല്ലാ ടൈംസും അതിന് തൊട്ട് മുൻപുള്ള ടേമിൻ്റെ ആ ഒരു ടേമുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സീക്വൻസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഈ ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ അല്ലെങ്കിൽ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെങ്കിൽ അവർ കൺവേർജൻ്റ് ആണെന്ന് പറയാനുള്ള ചില ക്രൈറ്റീരിയാസ് നമുക്കറിയാം. അതുപോലെ തന്നെ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണെങ്കിലും അവർ കൺവേർജൻ്റ് ആണെന്ന് പറയാനുള്ള ചില ക്രൈറ്റീരിയാസ് നമുക്കറിയാം. ആ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ അതെന്താണെന്ന് നമുക്ക് ആ റിസൾട്ടുകൾ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇഫ് എ സീക്വൻസ് ഈസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആൻഡ് ബൗണ്ടഡ് എബോവ് ദെൻ ദ സീക്വൻസ് വിൽ കൺവേർജ്. അതായത് നമ്മുടെ കയ്യിലൊരു സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്, മാത്രമല്ല അത് ബൗണ്ടഡ് എബോവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ളത് എ എൻ എന്ന് പറയുന്ന സീക്വൻസ് ആണ്. എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു an plus 1 ഫോർ എവരി എൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? അതൊരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് പറയാം. മാത്രമല്ല അത് ബൗണ്ടഡ് ആണെങ്കിൽ എന്ത് വേണം? an ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n ആയിരിക്കണം. അതായത് അത്തരത്തിലുള്ള ഒരു എം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സോ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ആ സീക്വൻസ് എന്തായിരിക്കും? ആ സീക്വൻസ് കൺവേർജ് ചെയ്യും. ഇനി നമുക്ക് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇഫ് എ സീക്വൻസ് ഈസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an plus 1 ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n ആയിരിക്കണം. കൂടാതെ തന്നെ അത് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ, ബൗണ്ടഡ് ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എം കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n. അതായത് നമ്മുടെ കയ്യിലൊരു സീക്വൻസ് ഉണ്ട്, അത് മോണോട്ടോണിക്കലി ഡിക്രീസിങ്ങും ആണ്, മാത്രമല്ല അത് ബൗണ്ടഡ് ബിലോയും ആണ്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസ് എന്തായിരിക്കും? അതും കൺവേർജൻ്റ് ആയിരിക്കും. നമുക്കറിയാം ഏതൊരു കൺവേർജൻറ്റ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് ബൗണ്ടഡ് ആണ്, പക്ഷേ എല്ലാ ബൗണ്ടഡ് സീക്വൻസും എന്തല്ല? കൺവേർജൻ്റ് അല്ല. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിളായിട്ട് -1, -1, -1, -1, -1 എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് എടുത്താൽ മതി. ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ്, പക്ഷേ കൺവേർജൻ്റ് അല്ല. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസും മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസും കൺവേർജൻ്റ് ആവാനുള്ള ചില കണ്ടീഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് a1 ഈക്വൽ ടു 0 ആണ്. an plus 1 ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് 6 plus an എന്നുള്ള രീതിയിലാണ്. ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ a1 എന്ന് പറയുന്നത് 0 ആണെന്നറിയാം. അതുപോലെ തന്നെ a2 എന്ന് പറയുന്നത് എന്താണ്? 6 plus a1 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 6 plus a1 ആണ്. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 plus 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6 ആണ്. അതായത് a1 0 ആണ്, a2 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 6 ആണ്. അതായത് a1 എന്ന് പറയുന്നത് ലെസ് ദാൻ a2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. a1 ലെസ് ദാൻ a2 ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നിട്ടുള്ള an എന്ന് പറയുന്ന ഈ സീക്വൻസ് എന്താവില്ല? അത് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആവില്ല എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ ഇത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അത് പ്രൂവ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ഈ an plus 1 നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് an plus 1 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6 plus an എന്നാണ്. മാത്രമല്ല a1 0 ആണെന്ന് പറയാം. നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് a1 ലെസ് ദാൻ a2 ആണെന്നുള്ളത്. സോ a1 ലെസ് ദാൻ a2 ആണെന്ന് കിട്ടി. ഇനി നമ്മളൊരു കേക്ക് ak ലെസ് ദാൻ ak plus 1 ആണെന്ന് അസ്യൂം ചെയ്യാണ്. സോ അസ്യൂം ദാറ്റ് ak ഈസ് ലെസ് ദാൻ ak plus 1. സോ ak ലെസ് ദാൻ ak plus 1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു അസംഷൻ വെച്ചിട്ട് നമ്മൾ ak plus 1 ലെസ് ദാൻ ak plus 2 എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ഒരു അസംഷൻ വെച്ചിട്ട് നമ്മൾ ak plus 1 ലെസ് ദാൻ ak plus 2 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് an ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an plus 1 ഫോർ എവരി n. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് എന്തായിട്ട് മാറും? ആ അവസരത്തിൽ ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആയിട്ട് മാറും ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ak plus 1ഉം ak plus 2നെയും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ak plus 2 ഹോൾ സ്ക്വയർ മൈനസ് ak plus 1 ഹോൾ സ്ക്വയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ak plus 2 എന്തായിരിക്കും? ak plus 2 എന്ന് പറയുന്നത് ak plus 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ak plus 2 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 6 plus ak plus 1 ആയിരിക്കും. അതുപോലെ ak plus 1 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 6 plus
എ കെയുമായിരിക്കും. സോ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? എ കെ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പം ഈ ഒരു സ്ക്വയർ റൂട്ട് അവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എ കെ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പം ഈ ഒരു സ്ക്വയർ റൂട്ട് അവിടെ ഉണ്ടാവില്ല. സോ വി ഗെറ്റ് 6 പ്ലസ് എ കെ പ്ലസ് 1 മൈനസ് 6 പ്ലസ് എ കെ എന്നുള്ള രീതിയിൽ നമുക്കതിനെ കിട്ടും. ആൻഡ് ഇത് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 6 പ്ലസ് എ കെ പ്ലസ് 1 മൈനസ് 6 മൈനസ് എ കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു -6 ഉണ്ട്. 6 - 6 എന്തായിട്ട് മാറും? അത് 0 ആയിട്ട് മാറും. സോ ഇവിടെ നമുക്കുള്ളത് എന്താണ്? എ കെ പ്ലസ് 1 മൈനസ് എ കെ എന്നുള്ളതാണ്. നമ്മൾ തൊട്ട് മുൻപ് അസ്യൂം ചെയ്തിട്ടുള്ളത് എന്താണ്? എ കെ ലെസ് ദാൻ എ കെ പ്ലസ് 1 എന്നാണ്. എ കെ ലെസ് ദാൻ എ കെ പ്ലസ് 1 ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ കെ പ്ലസ് 1 മൈനസ് എ കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് എഴുതാൻ പറ്റും. സോ ഈ ടേം എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് മാറി. അതായത് എ കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് എ കെ പ്ലസ് 1 സ്ക്വയർ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ കെ പ്ലസ് 2 സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ എ കെ പ്ലസ് 1 സ്ക്വയർ. സോ എ കെ പ്ലസ് 2 സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ കെ പ്ലസ് 1 സ്ക്വയർ ആണെങ്കിൽ എ കെ പ്ലസ് 2 എന്തായിരിക്കും? ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ കെ പ്ലസ് 2 ഈസ് ഗ്രേറ്റർ ദാൻ എ കെ പ്ലസ് 1. സോ നമ്മൾ ആദ്യം A1 ലെസ് ദാൻ A2 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, അത് നമ്മൾ പ്രൂവ് ചെയ്തു. പിന്നീട് ഒരു കെക്ക് എ കെ ലെസ് ദാൻ എ കെ പ്ലസ് 1 ആണെന്ന് അസ്യൂം ചെയ്തു. ആ ഒരു അസംഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എ കെ പ്ലസ് 1 ലെസ് ദാൻ എ കെ പ്ലസ് 2 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ദെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ദെൻ by PMI, principle of mathematical induction, we can say that an is less than or equal to an plus 1 for every n element of n. അതായത് ഈ ഒരു സീക്വൻസ് എന്തായിട്ട് മാറി? ഈ ഒരു സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതൊരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇത് ബൗണ്ടഡ് എബോവ് ആയിരിക്കണം. സോ അത്തരത്തിലുള്ള ഒരു ബൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഒരു ബൗണ്ട് ബിലോ ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം, അതായത് ഇതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടെന്നറിയാം. കാരണം എന്താണ്? A1 എന്ന് പറയുന്നത് 0 ആണെന്നറിയാം. അതുപോലെ തന്നെ മറ്റേതൊരു an പ്ലസ് 1 എടുത്തു കഴിഞ്ഞാലും ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് an ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ an ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് ലോവർ ബൗണ്ട് അല്ല വേണ്ടത്, എന്ത് വേണം? അപ്പർ ബൗണ്ടാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ A2 എന്താണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. A2 എന്ന് പറയുന്നത് 6 പ്ലസ് 0 ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് 0 ആണ്. അത് സ്ക്വയർ റൂട്ട് ഓഫ് 6 ആണെന്ന് നമുക്കറിയാം. സോ സ്ക്വയർ റൂട്ട് ഓഫ് 6 എന്ന് പറയുന്നത് 2നും 3ക്കും ഇടയിലുള്ള ഒരു നമ്പറാണ്. സോ നമുക്ക് ഈ A2 എന്ന് പറയുന്നത് സ്ട്രിക്റ്റ്ലി ലെസ് ദാൻ 3 ആണെന്നറിയാം. ഇനി ഈ 3 എന്ന് പറയുന്നത് ഇതിലൊരു അപ്പർ ബൗണ്ട് ആണോ എന്നുള്ളതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്കിവിടെ A2 ലെസ് ദാൻ 3 ആണെന്നറിയാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാണ്. നമ്മൾ അസ്യൂം ചെയ്യാണ്, അസ്യൂം ദാറ്റ് എ കെ ഈസ് ലെസ് ദാൻ 3. സോ എ കെ ലെസ് ദാൻ 3 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? എ കെ പ്ലസ് 1ഉം ലെസ് ദാൻ 3 ആണെന്ന് പ്രൂവ് ചെയ്യും. ഇത് ഉപയോഗിച്ചിട്ട് എ കെ പ്ലസ് 1 ലെസ് ദാൻ 3 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് an ലെസ് ദാൻ 3 ഫോർ ഓൾ n ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എ കെ പ്ലസ് 1ന് പകരം എ കെ പ്ലസ് 1 സ്ക്വയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. എ കെ പ്ലസ് 1 സ്ക്വയർ എന്തായിരിക്കും? നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 6 പ്ലസ് എ കെ ആയിരിക്കും. ഇവിടെ എ കെ എന്ന് പറയുന്ന ആൾ ലെസ് ദാൻ 3 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ലെസ് ദാൻ 6 പ്ലസ് 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എ കെ എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആണെന്നുള്ള നമ്മുടെ ആ ഒരു അസംഷൻ പ്രകാരം. ആൻഡ് ഇതെന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 9 ആണ്. സോ എ കെ പ്ലസ് 1 സ്ക്വയർ ഈസ് ലെസ് ദാൻ 9 ആണെന്ന് നമുക്ക് കിട്ടി. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ കെ പ്ലസ് 1 ഈസ് ലെസ് ദാൻ 3. സോ എ കെ പ്ലസ് 1 എന്താണെന്ന് കിട്ടി? ലെസ് ദാൻ 3 ആണെന്ന് കിട്ടി. അതായത് n ഈക്വൽ ടു 2ന് അത് ട്രൂ ആണ്, അതായത് A2 ഈസ് ലെസ് ദാൻ 3 ആണ്. മാത്രമല്ല എ കെ ലെസ് ദാൻ 3 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ അസംഷൻ ഉപയോഗിച്ചിട്ട് വി പ്രൂവ്ഡ് ദാറ്റ് എ കെ പ്ലസ് 1 ഈസ് ഓൾസോ ലെസ് ദാൻ 3. ദെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ദെൻ ബൈ PMI we can say that an is less than 3 for all n element of n. So ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു an which is less than 3 ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n ആണെന്ന് കിട്ടി. ഇതൊരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്തു. മാത്രമല്ല ഇത് ബൗണ്ടഡ് എബോവ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ട് പ്രകാരം ഈ സീക്വൻസ് എന്താണ്? an എന്ന് പറഞ്ഞ ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. സോ an ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ്. ഇനി നമുക്കിത് കൺവേർജൻ്റ് ആണെന്ന് മാത്രം കാണിച്ചാൽ പോരാ, ഇതിൻ്റെ ലിമിറ്റ് കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ നമ്മളിതിനെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്ന ഒരാളെ നമ്മൾ എസ് എന്ന് വിളിക്കുകയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an s ആണ്. ഇത് തന്നെയായിരിക്കും എന്ത്?
ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത്. സോ എ എന്നും എൻ പ്ലസ് വണ്ണും എല്ലാം ഒരു സീക്വൻസിലെ ടേംസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എന്നും എസ് ആയിരിക്കും. അത് തന്നെയായിരിക്കും ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് വണ്ണും. സോ ഈ എസ് എന്താണെന്നാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എ എൻ പ്ലസ് വൺ എന്താണ്? എ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എ എൻ ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ഇവർക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എ എൻ എന്നുള്ള രീതിയിൽ നമ്മളിതിൻ്റെ രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരാൾ എസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരാൾ എസ് ആണെന്ന് നമുക്കറിയാം. ഇനി ഈ ഒരാളുടെ ലിമിറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് അറിയണം. ആ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ എസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെയുള്ളത് 6 പ്ലസ് എ എൻ എന്ന് പറയുന്ന ഒരാളാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എ എൻ ആണ്. നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ ക്രൈറ്റീരിയ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളിവിടെ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്? ഇവിടെയുള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എ എൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷനാണ്. ഇനി ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതൊരു എക്സ് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്. കാരണം സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എക്സും ആ സമയത്ത് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്. മാത്രമല്ല ഈ ഒരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എന്താണ്? ഈ സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ്. സോ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. മാത്രമല്ല ഏതൊരു എക്സ് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് ഡിഫൈൻഡും ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എ എൻ എന്താണ്? എഫ് ഓഫ് എ എൻ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഫോർ ഓൾ എൻ ആണ്. ഡിഫൈൻഡ് ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ആണ്. മാത്രമല്ല ഇത് കണ്ടിന്യൂസും ആണെന്നറിയാം. ഇനി നമുക്ക് ഈ എ എൻ എന്ന് പറയുന്ന ഒരാൾ എസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറയുന്നത് എസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എ എൻ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുക? എഫ് ഓഫ് എ എൻ എന്ന് പറയുന്ന ആൾ എഫ് ഓഫ് എസ്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ്റെ തിയറം ഉപയോഗിച്ചിട്ട്, കണ്ടിന്യൂറ്റി തിയറം ഉപയോഗിച്ചിട്ട്. സോ ഈ എഫ് ഓഫ് എസ് എന്തായിരിക്കും? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എസ് ആണ്. കാരണം നമ്മൾ എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തിട്ടത് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എക്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എസ് എന്താണ്? അത് സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എസ് ആണ്. സോ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾ എന്തായിട്ട് മാറും? ഈ ഒരാൾ സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എസ് ആയിട്ട് മാറി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എസ്സും ആണുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6 പ്ലസ് എസ് എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 പ്ലസ് എസ് ആണെന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഇക്വേഷൻ്റെ ഒരേ ഭാഗത്തേക്ക് എല്ലാവരും കൊണ്ടുവരികയാണ്. ദാറ്റ് മീൻസ് എസ് സ്ക്വയർ മൈനസ് എസ് മൈനസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇവിടെ എ എന്താണ്? എ എന്ന് പറയുന്നത് 1 ആണ്. ബി എന്ന് പറയുന്നത് -1 ആണ്. സി എന്ന് പറയുന്നത് -6 ആണ്. ഒന്നെങ്കിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. സോ എസ് എന്തായിരിക്കും? എസ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ബി എന്ന് പറയുന്നത് -1 ആണ്. സോ മൈനസ് ഓഫ് -1 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. 1 പ്ലസ് ഓർ മൈനസ് -1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ 1 മൈനസ് 4 ഇൻറ്റു ഇവിടെ എ എന്താണ്? എ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ സി എന്ന് പറയുന്നത് -6 ആണ്. സോ 4 ഇൻറ്റു 1 ഇൻറ്റു -6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെയുള്ള ഈ ഒരു മൈനസും ഈ ഒരു മൈനസും കൂടി എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. പിന്നീട് ഇവിടെ ഉള്ളത് 4 ഇൻറ്റു 6 ആണ്. അത് 24 ആണ്. സോ 1 പ്ലസ് 24 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് 1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 25 ബൈ 2 എന്ന് വരും. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് 5 ആണെന്നറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 5 ബൈ 2 ആണ്. അതായത് എസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 5 ബൈ 2 അല്ലെങ്കിലോ 1 മൈനസ് 5 ബൈ 2. ദാറ്റ് ഈസ് 1 പ്ലസ് 5 ബൈ 2 എന്ന് പറയുന്നത് 1 പ്ലസ് 5 എന്ന് പറയുന്നത് 6 ആണ്. സോ 6 ബൈ 2 വരും. അല്ലെങ്കിൽ ഇവിടെ -4 ബൈ 2 വരും. ദാറ്റ് ഈസ് 3 ഓർ -2. സോ എസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3 ആണ് അല്ലെങ്കിൽ -2 ആണെന്ന് കിട്ടി. ഇനി ഇതിനകത്ത് നമ്മുടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു an ലെസ് ദാൻ 3 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 0 അതിൻ്റെ ലോവർ ബൗണ്ടും 3 എന്ന് പറയുന്നത് അതിൻ്റെ അപ്പർ ബൗണ്ടും ആണെന്ന് അറിയാം. സോ ആ ലിമിറ്റ് എവിടെ ഉണ്ടാവുള്ളൂ? ലിമിറ്റും 0ക്കും 3യുടെയും. അതായത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കുന്നത് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. -2 എന്താൻ പറ്റില്ല? -2 എന്ന് പറയുന്ന ആൾക്ക് നമ്മുടെ ലിമിറ്റ് ആവാൻ പറ്റില്ല. കാരണം an എന്ന് പറയുന്നത് ഒരിക്കൽ പോലും നെഗറ്റീവ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ -2 എന്ന് പറയുന്ന ആൾ ഈ ഒരാൾ എന്താവില്ല? ഈ ഒരാൾ നമ്മുടെ ലിമിറ്റായിട്ട് മാറില്ല. സോ എസ് എന്തായിരിക്കും? എസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ ഈ ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് 3 ആണ്. സോ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഓർക്കുക. മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യും. മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണെങ്കിൽ അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് കാണിക്കും. മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് ആണെങ്കിൽ അതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടെന്ന് കാണിക്കുക.
സോ അത് കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ആ ലിമിറ്റ് എന്താണെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. xn ഈസ് ഈക്വൽ ടു 1 + 1/n ഹോൾ റേസ് ടു n. ഡിഫൈൻ an ഈസ് ഈക്വൽ ടു x1 + x2 + etc. + xn ഡിവൈഡഡ് ബൈ n ആൻഡ് bn ഈസ് ഈക്വൽ ടു x1 × x2 × etc. xn ഹോൾ റേസ് ടു 1/n. ഫൈൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ആൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി bn. സോ xn എന്ന് പറഞ്ഞൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് an എന്ന് പറയുന്ന ഒരു സീക്വൻസും bn എന്ന് പറഞ്ഞ മറ്റൊരു സീക്വൻസും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. an എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? x1 + x2 + etc. + xn/n. അതായത് ഈ an എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഈ xn എന്ന് പറയുന്ന ഒരു സീക്വൻസിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് an ആയിട്ട് തന്നിട്ടുള്ളത്. അതുപോലെ bn എന്ന് പറഞ്ഞാൽ എന്താണ്? x1 × x2 × etc. xn ഹോൾ റേസ് ടു 1/n ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള xn എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഒരു ജിയോമെട്രിക് മീനാണ് എന്ത്? bn എന്ന് പറഞ്ഞൊരു സീക്വൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് an-ൻ്റെയും bn-ൻ്റെയും ലിമിറ്റാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഇഫ് limit n tends to infinity an is equal to a, then limit n tends to infinity a1 + a2 + etc. + an divided by n is equal to a ആണ്. അതായത് an എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്. അത് എയിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അവരുടെ അരിത്തമെറ്റിക് മീൻ്റെ സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? അതും എയിലേക്ക് കൺവേർജ് ചെയ്യും. ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇഫ് എ പോസിറ്റീവ് സീക്വൻസ് an converges to a, then limit n tends to infinity nth root of a1 × a2 × etc. an converges to a. സോ an എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സീക്വൻസ് ആണ്. അതായത് സീക്വൻസിനകത്തുള്ള ടേംസ് എല്ലാം പോസിറ്റീവ് ആണെങ്കിലും അവരുടെ ജോമെട്രിക് മീൻ്റെ സീക്വൻസ് അങ്ങോട്ട് കൺവേർജ് ചെയ്യും. അതും എയിലേക്ക് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു സീക്വൻസിൽ ഈ bn-ഉം an-ഉം എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക? xn എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? അതേ പോയിന്റിലേക്കാണ് ഈ an-ഉം bn-ഉം കൺവേർജ് ചെയ്യുക എന്നുള്ളത് ആ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്കറിയാം. ഇവിടെ xn എന്താണ്? xn എന്ന് പറയുന്നത് 1 + 1/n ഹോൾ റേസ് ടു n എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആൻഡ് ഈ ഒരു സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 1 + x/n ഹോൾ റേസ് ടു n എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ്, ഇതിനെ നമ്മൾ yn എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് നമുക്കറിയാം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 + x/n ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് കൺവേർജസ് ടു e⁻x ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ തന്നിട്ടുള്ള ഈ xn എന്ന് പറയുന്ന കേസിൽ ഈ xൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്? 1 ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ xn എങ്ങോട്ട് കൺവേർജ് ചെയ്യും? അത് e⁻1ലേക്ക് കൺവേർജ് ചെയ്യും. ദാറ്റ് ഈസ് e. സോ xn ഇയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ഇനി ഇവിടെ തന്നിട്ടുള്ള an എന്ന് പറയുന്നത് എന്താണ്? xn എന്ന് പറയുന്ന സീക്വൻസിൻ്റെ അരിത്തമെറ്റിക് മീനാണ്. അരിത്തമെറ്റിക് മീൻ്റെ സീക്വൻസ് ആണ്. സോ ബൈ ഈ റിസൾട്ട് അതും എങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്യണം? xn കൺവേർജ് ചെയ്യുന്ന അതേ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യണം. സോ xn കൺവേർജ് ചെയ്യുന്നത് ഇയിലേക്കാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ an എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? an-ഉം ഇയിലേക്ക് കൺവേർജ് ചെയ്യണം. കൂടാതെ ഇവിടെ തന്നിട്ടുള്ള bn എന്ന് പറയുന്നത് ജിയോമെട്രിക് മീൻ്റെ സീക്വൻസ് ആണ്. സോ ജിയോമെട്രിക് മീൻ്റെ സീക്വൻസ് ഈ ഒരു റിസൾട്ട് പ്രകാരം an കൺവേർജ് ചെയ്യുന്നത്, ഇത് xn കൺവേർജ് ചെയ്യുന്ന അതേ പോയിന്റിലേക്ക് തന്നെ ജിയോമെട്രിക് മീൻ്റെ സീക്വൻസും കൺവേർജ് ചെയ്യണം. ഇവിടെ xn കൺവേർജ് ചെയ്യുന്നത് ഇയിലേക്കാണ്. സോ ഈ bn-ഉം എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? bn-ഉം ഇയിലേക്ക് കൺവേർജ് ചെയ്യണം. സോ ഈ റിസൾട്ട് ഓർത്ത് വെക്കുക. ഇത് പല സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ നമ്മുടെ ഈ രണ്ട് സീക്വൻസും an-ഉം bn-ഉം കൺവേർജ് ചെയ്യുന്നത് ഇയിലേക്കാണെന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So for n greater than or equal to 1, the sequence xn where xn is equal to 1 + 1/√2 plus etc. plus 1/√n minus 2√n is decreasing, increasing, constant and oscillating. സോ നമ്മുടെ കയ്യിലൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ആ സീക്വൻസ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അല്ലെങ്കിൽ രണ്ടും അല്ലാത്ത രീതിയിൽ ഓസിലേറ്റ് ചെയ്ത് കളിക്കുകയാണോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഈ ഒരു സീക്വൻസ് ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് xn എന്ന് പറയുന്ന സീക്വൻസ് എന്താണ്? xn എന്ന് പറയുന്നത് 1 + 1/√2 plus 1/√3 plus etc. plus 1/√n minus 2√n ആണ്. ഇതാണ് നമ്മുടെ xn എന്ന് പറയുന്ന സീക്വൻസ്. ഇനി ഈ സീക്വൻസ് xn ഇതാണെങ്കിൽ xn + 1 എന്തായിരിക്കും? xn + 1 is equal to 1 + 1/√2 plus 1/√3 plus etc. plus 1/√n plus 1 ആണ് മൈനസ് 2√n plus 1. സോ ഇതാണ് xn + 1. നമ്മൾ എന്ത് ചെയ്യാണ്? xn + 1 മൈനസ് xn എന്താണെന്ന് നോക്കാം. സോ xn + 1 മൈനസ് xn is equal to 1 + 1/√2 plus etc. plus 1/√n plus 1 minus 2√n plus 1 minus 1 plus 1/√2 plus etc. plus 1/√n മൈനസ് 2√n ആണ്.
ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഒരു രണ്ട് സീക്വൻസും കൺസിഡർ ചെയ്യുമ്പം ഇവിടെ 1 മുതൽ 1/√n വരെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതേ ആളുകൾ എവിടെയുണ്ട്? 1/√2 പ്ലസ് എക്സെട്ര 1/√n എന്ന് പറയുന്ന ആൾ ഇവിടെയുണ്ട് അല്ലേ. സോ xn+1 നിന്ന് xn മൈനസ് ചെയ്യുമ്പം ഇത്രയും ടേംസ് എന്തായിട്ട് മാറും? ഇത്രയും ടേംസ് ക്യാൻസൽഡ് ആയിട്ട് മാറും. സോ ഈ ഒരു ടേംസും ഇവിടെയുള്ള ഇത്രയും വരെയുള്ള ടേംസ് എന്തായിട്ട് മാറും? ക്യാൻസൽ ആവും. സോ ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 1/√n+1 എന്ന് പറയുന്ന ഈ ഒരാൾ മാത്രമേ അവിടെ റിമെയിൻ ചെയ്യുള്ളൂ. പിന്നെ ആരൊക്കെ ഉണ്ടാവും? പിന്നെ ഈ ഒരു ടേമും ഉണ്ടാവും. അതായത് -2√n+1 ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ രണ്ട് മൈനസ് കൂടി എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ ഒരു +2√n ഉണ്ടാകും. സോ xn+1 മൈനസ് xn എന്ന് പറയുന്നത് 1/√n+1 മൈനസ് 2√n+1 പ്ലസ് 2√n ആയിട്ട് മാറി. ആൻഡ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/√n+1 പ്ലസ് 2 ഇൻറ്റു √n മൈനസ് √n+1 എന്നുള്ള ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടെയുള്ള ഈ ഒരാളെ നമ്മൾ നോക്കിയാൽ √n മൈനസ് √n+1 ആണ്. ആ ഒരു ടേമിന് നമ്മൾ അതിൻ്റെ അതായത് ആ ഒരു ടേമിനെ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അതിൻ്റെ ഈ ഒരു സൈന് മാറ്റിയിട്ടുള്ള ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് കോഞ്ചുഗേറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. സോ നമ്മൾ 1/√n+1 ആണ് ഇവിടെ ഉള്ളത്. പിന്നീട് നമ്മൾ പ്ലസ് 2 ഇൻറ്റു ഇവിടെ ഉള്ളത് √n മൈനസ് √n+1 ആണ്. എന്നിട്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √n പ്ലസ് √n+1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. √n പ്ലസ് √n+1 ഈ ഒരാളെ വെച്ചിട്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കാം. ഇവിടെയുള്ള ഈ 1/√n+1 അവിടെ തന്നെ ഉണ്ടാകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√n+1 പ്ലസ് പിന്നീട് ഇവിടെ ഒരു 2 ഉണ്ട്, 2 അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നീട് ഇവിടെ എന്താണെന്ന് നോക്കിയേ, ഇവിടെ ഉള്ളത് √n മൈനസ് √n+1 ആണ്. അതുപോലെ ഇവിടെ ഉള്ളത് √n പ്ലസ് √n+1 ആണ്. ഇതിനെ നമ്മൾ എ എന്നും ഇതിനെ ബി എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലാണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു a² മൈനസ് b². സോ a² മൈനസ് b² എന്ന് പറയുമ്പോൾ a എന്ന് പറയുന്നത് √n ആണ്. സോ √n സ്ക്വയർ എന്താണ്? n ആണ് ഉണ്ടാവുക. സോ 2 ഇൻറ്റു n മൈനസ് പിന്നീട് b² എന്ന് പറയുമ്പോൾ b ആയിട്ട് ഇവിടെ ഉള്ളത് √n+1 ആണ്. സോ b² എന്തായിരിക്കും? അത് n+1 തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് n മൈനസ് n+1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ഈ ഒരാൾ അതുപോലെ തന്നെ ഉണ്ടാവും. ദാറ്റ് ഈസ് √n പ്ലസ് √n+1. ദാറ്റ് ഈസ് √n പ്ലസ് √n+1. ഇനി നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു എന്നും ഈ ഒരു എന്തായിട്ട് മാറും? ആ രണ്ടെണ്ണം ക്യാൻസൽ ആയിട്ട് മാറും. അത് 0 ആയിട്ട് മാറും. n മൈനസ് n ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/√n+1. പിന്നീട് ഇവിടെ ഉണ്ടാവുക ഈ ഒരു മൈനസും ഈ ഒരു 1 ഉണ്ടാവും. അതൊരു -1 ആയിട്ട് മാറും. ആ -1നെ നമ്മൾ ഈ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് -2 ആവും. സോ -2 ഡിവൈഡഡ് ബൈ √n പ്ലസ് √n+1 എന്നുണ്ടാവും. സോ നമ്മുടെ xn+1 മൈനസ് xn എന്തായിട്ട് മാറി? xn+1 മൈനസ് xn എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് <0 ആണോ >0 ആണോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ ഇത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? n എന്ന് പറയുന്നത് n+1 ആണ്. നമുക്കറിയാം n ആണ് ഏതൊരു ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും. അതുകൊണ്ട് തന്നെ √n എന്ന് പറയുന്നത് √n+1 ആയിരിക്കുമല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ n+1 √n+1 ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് √n+1 പ്ലസ് √n ഈസ് √n+1 പ്ലസ് √n+1. രണ്ട് സൈഡിലും √n+1 ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഇനീക്വാലിറ്റിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. ആൻഡ് ഈ ഒരാളെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു √n+1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആളെയും ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആളെയും രണ്ടുപേരെയും നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആളെ 2 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഈ ഇനീക്വാലിറ്റിക്ക് എന്ത് വരില്ല? ചേഞ്ചസ് ഒന്നും വരില്ല. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് √n+1 പ്ലസ് √n ഡിവൈഡഡ് ബൈ 2 ഈസ് > 2 ഇൻറ്റു √n+1 ഡിവൈഡഡ് ബൈ 2. സോ ഈ 2ഉം ഈ 2 എന്തായിട്ട് മാറും? ഇവിടെയുള്ള ഈ ഒരു 2ഉം ഇവിടെയുള്ള ഈ ഒരു 2ഉം ക്യാൻസൽ ആയിട്ട് പോകും. ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവർ രണ്ടുപേരെയും ഒഴിവാക്കാം. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ √n+1 മാത്രമേ ഉള്ളൂ. ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ √n+1 പ്ലസ് √n ഡിവൈഡഡ് ബൈ 2 ആണുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരുടെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. അതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനാലും റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇവരുടെ റെസിപ്രോക്കൽ എടുക്കും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സൈൻ റിവേഴ്സ് ചെയ്യും. ഈ <= എന്നുള്ളത് > ആയിട്ട് മാറും. അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 1/√n+1 വിച്ച് ഈസ് <2 √n+1 പ്ലസ് √n എന്നുള്ള രീതിയിലേക്ക് മാറും. അതായത്
ഈ ഒരു ടേമിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഐ ലെസ് ദാൻ ഇ എന്ന് പറയുന്ന ആ ഒരു ഈക്വാലിറ്റി അല്ലെങ്കിൽ ഇനീക്വാലിറ്റി എന്തായിട്ട് മാറും? ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. സോ നമുക്ക് ഈ രീതി കിട്ടി, അതായത് 1/√(n+1) ഈസ് ലെസ് ദാൻ 2/√(n+1) പ്ലസ് n എന്ന് കിട്ടി. ഇവിടെ നമുക്കുള്ളത് -2/√(n+1) എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു ഇനീക്വാലിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും -1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ -1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എഗെയിൻ ഈ ഒരു ഇനീക്വാലിറ്റി ആയിട്ടുള്ള ലെസ് ദാൻ എന്ന് പറഞ്ഞ ഇനീക്വാലിറ്റി എന്ത് ചെയ്യും? വീണ്ടും റിവേഴ്സ് ചെയ്യും. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് -2 ഡിവൈഡഡ് ബൈ (n+1) പ്ലസ് (n) ഈസ് ലെസ് ദാൻ -1/(n+1) ആയിട്ട് മാറും. അതായത് ഈ ഒരു ഇനീക്വാലിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ -1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഒരു ഇനീക്വാലിറ്റി ലെസ് ദാൻ എന്ന് പറയുന്ന ഈ ഒരു ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് -2/(n+1) പ്ലസ് (n) ഈസ് ലെസ് ദാൻ -1/(n+1) എന്ന് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഇനീക്വാലിറ്റി, അതായത് ഇവിടെയുള്ള ഈ ഒരാളുണ്ടല്ലോ, ഈ ഒരാൾ ലെസ് ദാൻ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. സോ xn+1 മൈനസ് xn ഈസ് ഈക്വൽ ടു നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 1/(n+1) 1/(n+1) മൈനസ് 2/(n+1) പ്ലസ് (n) എന്നുള്ളതാണ്. സോ ഇവിടെയുള്ള ഈ -2/(n+n+1) ലെസ് ദാൻ -1/(n+1) ആണെന്നറിയാം. സോ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ലെസ് ദാൻ 1/(n+1) മൈനസ് 1/(n+1) ആണെന്നുള്ളത് നമ്മളിതാ ഈ ഒരു റിലേഷനിൽ നിന്ന് എഴുതുകയാണ്. ആൻഡ് ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? 1/(n+1) മൈനസ് 1/(n+1) ആണ്. അതെന്തായിട്ട് മാറും? അത് 0 ആയിട്ട് മാറും. സോ ദിസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് xn+1 മൈനസ് xn എന്തായി? ലെസ് ദാൻ 0 ആയി. ദാറ്റ് ഈസ് xn+1 മൈനസ് xn എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയി ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n. സോ xn+1 മൈനസ് xn ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ xn എന്തായിരിക്കും? xn+1 എന്തായിരിക്കും? xn+1 ഈസ് ലെസ് ദാൻ xn ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n ആയിരിക്കും. അതായത് ഏതൊരു നാച്ചുറൽ നമ്പർ n എടുത്തു കഴിഞ്ഞാലും xn+1 എന്തായി? ലെസ് ദാൻ xn ആയി. അത്തരത്തിലുള്ള സീക്വൻസ് എന്താണ്? അവർ ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതായത് ഏതൊരു n എടുത്തു കഴിഞ്ഞാലും xn+1 ലെസ് ദാൻ xn ആണെങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസിനെ നമ്മൾ ഡിക്രീസിങ് സീക്വൻസ് എന്നാണ് വിളിക്കുന്നത്. സോ നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഒരു സീക്വൻസ് എന്താണെന്ന് കിട്ടി? ഈ ഒരു സീക്വൻസ് ഡിക്രീസിങ് ആണെന്ന് കിട്ടി. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് ട്രൂ ആയിട്ടുള്ളത്. സോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.